ശ്രീമണ്ഡലം ഗവൺമെൻറ് ITയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയർ ട്രെയിനീസിനുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്. നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് പറയുന്നതിന് മുമ്പ് ഡ്രൈവ്സ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു വാഹനത്തിൻ്റെ എക്സാമ്പിൾ എടുക്കാം. വാഹനത്തിൽ നമ്മൾ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡീസൽ എൻജിൻ അല്ലെങ്കിൽ പെട്രോൾ എൻജിനാണ് യൂസ് ചെയ്യുന്നത് ആസ് എ പ്രൈം മൂവർ. അപ്പോൾ ആ പ്രൈം മൂവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് അല്ലെങ്കിൽ സ്പീഡ്, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എല്ലാ സമയവും കോൺസ്റ്റൻ്റ് അല്ല, അത് വാഹനത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവിടെ മോഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് കൂടെ ആ ഡീസൽ എൻജിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡ്രൈവ്. നമ്മൾ വ്യത്യസ്ത തരം ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഈ മോഷൻ കൺട്രോൾസ് യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, റോളിംഗ് മില്ലുകൾ, പേപ്പർ മെഷീൻസ്, ടെക്സ്റ്റൈൽ മിൽസ്, മെഷീൻ ടൂൾസ്, ഫാന്, പമ്പ്സ്, റോബോട്ട്സ്, വാഷിംഗ് മെഷീൻസ് എന്നിവയിലൊക്കെ നമ്മൾ മോഷൻ കൺട്രോൾ യൂസ് ചെയ്യും. നമ്മൾ റിക്വയർമെൻ്റ് അനുസരിച്ച് സ്പീഡ് വേരി ചെയ്യേണ്ടി വരും, അതിൻ്റെ ടോർക്ക് വേരി ചെയ്യേണ്ടി വരും, എക്സെട്ര. അപ്പോൾ നമുക്ക് ഡ്രൈവ്സിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സിസ്റ്റം എംപ്ലോയിഡ് ഫോർ മോഷൻ കൺട്രോൾ ആർ കോൾഡ് ഡ്രൈവ്സ്. മോഷൻ കൺട്രോളിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഡ്രൈവ്സ്. നമുക്ക് ഡീസൽ എൻജിൻ അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ, ഗ്യാസ് അല്ലെങ്കിൽ സ്റ്റീം ടർബൈൻ, സ്റ്റീം എൻജിൻ, ഹൈഡ്രോളിക് മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ എന്നിവയൊക്കെ നമുക്ക് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഡ്രൈവ്സ് എംപ്ലോയിങ് ഇലക്ട്രിക്കൽ മോട്ടോർ ആർ നോൺ ആസ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്. നമ്മൾ ഡ്രൈവിൽ ഇലക്ട്രിക്കൽ മോട്ടോറുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഡ്രൈവ്. അപ്പോൾ ഡ്രൈവിൽ മോഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ അതിൽ പ്രൈം മൂവറും ഉൾപ്പെടും, കൺട്രോളിങ് എക്യുപ്മെൻറ്റ്സും ഉൾപ്പെടും. അതിൽ പ്രൈം മൂവറായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടോറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം ഡ്രൈവുകളെ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഡ്രൈവ്. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക്കൽ ഡ്രൈവിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ഫോർ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി to feed motion to different machines and mechanism for various kind of process control. ഇലക്ട്രിക്കൽ ഡ്രൈവ് എന്ന് വെച്ചാൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡിഫറെൻറ്റ് മെഷീൻസിൽ അല്ലെങ്കിൽ മെക്കാനിസങ്ങളിൽ മോഷൻ ഫീഡ് ചെയ്യാൻ വേണ്ടി, അവയ്ക്ക് റൊട്ടേറ്റിംഗ് എനർജി കൊടുക്കാൻ വേണ്ടി, മെക്കാനിക്കൽ എനർജി കൊടുക്കാൻ വേണ്ടി വ്യത്യസ്ത പ്രോസസ് കൺട്രോളുകൾക്ക് വേണ്ടി മെക്കാനിക്കൽ എനർജി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രൈവുകൾ യൂസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു വാഷിംഗ് മെഷീൻ, ആ വാഷിംഗ് മെഷീനിൽ നമുക്ക് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. അതിൻ്റെ കൂടെ അതിൽ കൺട്രോളിങ് ഡിവൈസ് ഉണ്ടാവും. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും, നമുക്ക് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു ഹോൾ സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഡ്രൈവ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് കറണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രൈവുകളെ കറണ്ടിൻ്റെ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ AC ഡ്രൈവ്, DC ഡ്രൈവ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി ഡ്രൈവ്സ്, ഷോർട്ട് ടൈം ഡ്യൂട്ടി ഡ്രൈവ്സ്, ഇൻ്റർമിറ്റൻറ്റ് ഡ്യൂട്ടി ഡ്രൈവ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു മീൻസ് ഓഫ് കൺട്രോൾ മാനുവൽ, സെമി ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് മെഷീൻസ്, ഇൻഡിവിജ്വൽ ഡ്രൈവ്, ഗ്രൂപ്പ് ഡ്രൈവ്, മൾട്ടി മോട്ടോർ ഡ്രൈവ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ, റിവേഴ്സിബിൾ ആൻഡ് നോൺ റിവേഴ്സിബിൾ അൺകൺട്രോൾഡ് കോൺസ്റ്റൻറ്റ് സ്പീഡ്, റിവേഴ്സിബിൾ ആൻഡ് നോൺ റിവേഴ്സിബിൾ സ്റ്റെപ്പ് സ്പീഡ് കൺട്രോൾ, വേരിയബിൾ പൊസിഷൻ കൺട്രോൾ, റിവേഴ്സിബിൾ ആൻഡ് നോൺ റിവേഴ്സിബിൾ
സ്മൂത്ത്, സ്പീഡ് കൺട്രോൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഓരോന്ന് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്. ദേ ഹാവ് ഫ്ലെക്സിബിൾ കൺട്രോൾ ക്യാരക്ടറിസ്റ്റിക്സ്. ഇലക്ട്രിക്കൽ ഡ്രൈവുകൾക്ക് ഫ്ലെക്സിബിൾ കൺട്രോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. അതായത് നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടാം, കുറക്കാം. ഫ്ലെക്സിബിൾ കൺട്രോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. അതുപോലെ ഡ്രൈവ്സ് ക്യാൻ പ്രൊവൈഡ് വിത്ത് ഓട്ടോമാറ്റിക് ഫാൾട്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. നമുക്ക് ഓട്ടോമാറ്റിക് ഫാൾട്ട് ഡിറ്റക്ഷൻ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. PLCs അതുപോലെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദേ ആർ അവൈലബിൾ ഇൻ വൈഡ് റേഞ്ച് ഓഫ് ടോർക്ക്, സ്പീഡ് ആൻഡ് പവർ. അതിന് ഡ്രൈവുകളുടെ ടോർക്ക്, സ്പീഡ്, പവർ എന്നിവ വൈഡ് റേഞ്ചിൽ നമുക്ക് വേരി ചെയ്യാൻ വേണ്ടി സാധിക്കും. ദേ ആർ സൂട്ടബിൾ ടു അറ്റ് ആൾമോസ്റ്റ് എനി ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ സച്ച് ആസ് എക്സ്പ്ലോസീവ് ആൻഡ് റേഡിയോ ആക്റ്റീവ് എൻവറോൺമെൻറ്റ്സ്. എക്സ്പ്ലോസീവ് അതുപോലെ റേഡിയോ ആക്റ്റീവ് എൻവറോൺമെൻറ്റ്സിലൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഇൻ ഓൾ ദി 4 quadrant ഓഫ് സ്പീഡ് ടോർക്ക് പ്ലെയിൻ. 4 ക്വാഡ്രൻറ്റിൽ നമുക്ക് സ്പീഡ് ടോർക്ക് പ്ലെയിനിൻ്റെ 4 ക്വാഡ്രൻറ്റിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് യൂസ് ചെയ്യാം. നമ്മൾ അടുത്ത ക്ലാസ്സുകൾ നോക്കാം. ദേ ക്യാൻ ബി സ്റ്റാർട്ടഡ് ഇൻസ്റ്റൻ്റ്ലി ആൻഡ് ക്യാൻ ഇമ്മീഡിയറ്റ്ലി ബി ഫുള്ളി ലോഡഡ്. നമുക്ക് ഏതൊരു ഇൻസ്റ്റൻറ്റിലും സ്റ്റാർട്ട് ചെയ്യാം, പെട്ടെന്ന് തന്നെ അത് ഫുൾ ലോഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയും സാധിക്കും. പക്ഷെ മെക്കാനിക്കൽ ഡ്രൈവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ലോഡിലേക്ക് പതുക്കെ മാത്രമേ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കൺട്രോൾ ഗിയർ എക്യുപ്മെൻറ്റ്സ് ഫോർ സ്പീഡ് കൺട്രോൾ, സ്റ്റാർട്ടിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഈസ് യൂഷ്വലി സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. സ്പീഡ് കൺട്രോളുകൾ, സ്റ്റാർട്ടിങ്, ബ്രേക്കിങ് എന്നിവയിലേക്ക് യൂസ് ചെയ്യുന്ന കൺട്രോൾ ഗിയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നവയാണ് ഇലക്ട്രിക്കൽ ഡ്രൈവുകളിൽ. അതൊക്കെയാണ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ചോയ്സ് ഓർ സെലക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡ്രൈവ്. നമ്മളൊരു ഇലക്ട്രിക്കൽ ഡ്രൈവ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അതിൻ്റെ നേച്ചർ ഓഫ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചുള്ളതാണോ എന്ന് നോക്കണം. സ്പീഡ് റെഗുലേഷൻ, സ്പീഡ് റേഞ്ച്, എഫിഷ്യൻസി, ഡ്യൂട്ടി സൈക്കിൾ, ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻ, സ്പീഡ് ഫ്ലക്ച്വേഷൻസ്, റേറ്റിംഗ് എന്നിവയൊക്കെ നമ്മളെ റിക്വയർമെൻറ്റിന് അനുസരിച്ചുള്ളതോ എന്ന് നോക്കണം. കാരണം ഒരുപാട് ഇലക്ട്രിക്കൽ മോട്ടോർസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മളെ റിക്വയർമെൻറ്റിന് അനുസരിച്ചുള്ള മോട്ടോർ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതുപോലെ ട്രാൻസിയൻറ്റ് ഓപ്പറേഷൻ റിക്വയർമെൻറ്റ്സ്, വാല്യൂ ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഡിസ്ലറേഷൻ, സ്റ്റാർട്ടിംഗ്, ബ്രേക്കിംഗ് ആൻഡ് റിവേഴ്സിംഗ് പെർഫോമൻസ്, അതൊക്കെ നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഡ്രൈവ് തന്നെയാണോ സെലക്ട് ചെയ്തതെന്ന് ശ്രദ്ധിക്കണം. റിക്വയർമെൻറ്റ് റിലേറ്റഡ് ടു ദി സോഴ്സ്, ടൈപ്പ് ഓഫ് സോഴ്സ് ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ്, പവർ ഫാക്ടർ, ഹാർമോണിക്സ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ ദി അതർ ലോഡ്സ്, എബിലിറ്റി ടു ആക്സെപ്റ്റ് റീജനറേറ്റീവ് പവർ. നമുക്ക് വ്യത്യസ്ത സോഴ്സുകൾ അവൈലബിൾ ആണ് ഇലക്ട്രിക്കൽ ഡ്രൈവുകളിൽ. DC, AC, 3 phase AC ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള സോഴ്സ് വേണം, അതിനനുസരിച്ചുള്ള മെഷീൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. സ്പേസ്, അടുത്തത് സ്പേസ് ആൻഡ് വെയ്റ്റ് റെസ്ട്രിക്ഷൻസ്, എൻവിറോൺമെൻറ്റ് ആൻഡ് ലൊക്കേഷൻസ്, റിലയബിലിറ്റി എന്നിവയൊക്കെ നമ്മൾ ഒരു ഡ്രൈവ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ ഡ്രൈവ്. നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രൈവിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ ഡ്രൈവ്. ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ ഡ്രൈവിൽ ദി ഡ്രൈവ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ മോട്ടോർ വിച്ച് ഡ്രൈവ് 1 or more ലൈൻ ഷാഫ്റ്റ് സപ്പോർട്ടഡ് ഓൺ ബിയറിംഗ്. നമ്മൾ ഈ ഫ്ലോർ മില്ലിലൊക്കെ കാണുന്നത് ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ ഡ്രൈവാണ്. അവിടെ ഒരു മോട്ടറേ ഉണ്ടാവൂ. ആ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ തേങ്ങ ആട്ടാനുള്ള മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതും അരി പൊടിക്കാനുള്ള മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതും നെല്ല് കുത്താനുള്ള മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതൊക്കെ
ഈ ഒരു സിംഗിൾ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ്. അത് ഒന്നോ അതിലധികമോ ലൈൻ ഷാഫ്റ്റ് ഡ്രൈവ് ചെയ്യും. ബിയറിങ് വെച്ചിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ ഡ്രൈവ്. ദി ലൈൻ ഷാഫ്റ്റ് മേ ബി ഫിറ്റഡ് ഓൺ എയ്തർ പുള്ളീസ് ആൻഡ് ബെൽസ് ഓൺ ഓർ ഗിയേഴ്സ്. നമ്മൾ ഈ ലൈൻ ഷാഫ്റ്റ് പുള്ളികൾ ഉപയോഗിച്ചിട്ടോ ബെൽറ്റ് ഉപയോഗിച്ചിട്ടോ ഗിയേഴ്സ് ഉപയോഗിച്ചിട്ടോ ഒക്കെ ആയിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. by means of which a group of machines or mechanism may be operated. It also sometimes called as shaft drive. ഈ ഒരു സിംഗിൾ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് ഓർ മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ഇതിനെ നമ്മൾ ഷാഫ്റ്റ് ഡ്രൈവ് എന്ന് കൂടെ വിളിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്: a single large motor can be used instead of number of small motor. പകരം നമുക്ക് ഒറ്റ മോട്ടോർ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്: there is no flexibility. if the single motor used develop fault, the whole process will be stopped. ഈ ഒരു സിംഗിൾ മോട്ടോറിൽ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചാൽ നമുക്ക് മുഴുവൻ പ്രോസസ്സും നിർത്തി വെക്കേണ്ടതായിട്ട് വരും. അതാണ് ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ ഡ്രൈവുകൾക്കുള്ള ഡിസഡ്വാൻറ്റേജസ്. ഇനി ഇൻഡിവിജ്വൽ ഇലക്ട്രിക്കൽ ഡ്രൈവിൽ വ്യത്യസ്ത മെഷീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് മോട്ടോറുകൾ യൂസ് ചെയ്യുന്നു. ഓരോ മെഷീൻസിനും വേണ്ടി ഓരോ മോട്ടോറുകൾ യൂസ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഇലക്ട്രിക്കൽ ഡ്രൈവ്. ഇനി മൾട്ടി മോട്ടോർ ഇലക്ട്രിക്കൽ ഡ്രൈവ്. ഈ മൾട്ടി മോട്ടോർ ഇലക്ട്രിക്കൽ ഡ്രൈവിൽ ഒരു സിംഗിൾ മെക്കാനിസത്തിൻ്റെ വേരിയസ് വർക്കിംഗ് പാർട്ടുകൾ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഓരോ മെഷീൻസ് യൂസ് ചെയ്യുന്നു. അതായത് ഒരു മെക്കാനിസത്തിൽ തന്നെ നമ്മൾ നമ്പർ ഓഫ് മോട്ടോറുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മൾട്ടി മോട്ടോർ ഇലക്ട്രിക്കൽ ഡ്രൈവ്. എക്സാമ്പിൾ: കോംപ്ലിക്കേറ്റഡ് മെറ്റൽ കട്ടിംഗ് മെഷീൻസ്, മെഷീൻ ടൂൾസ്, പേപ്പർ മേക്കിംഗ് ഇൻഡസ്ട്രീസ്, റോളിംഗ് മെഷീൻസ് എക്സെട്ര. ഈ റോളിംഗ് മെഷീൻസിലൊക്കെ അതിൻ്റെ വ്യത്യസ്ത മെക്കാനിസങ്ങളിൽ നമ്മൾ വ്യത്യസ്ത മോട്ടോറുകളാണ് യൂസ് ചെയ്യുക. കമ്പോണൻസ് ഇൻ ആൻ ഇലക്ട്രിക്കൽ ഡ്രൈവ്. ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവിൽ എന്തെല്ലാം കമ്പോണൻസ് ഉണ്ടാവുമെന്ന് നോക്കാം. അതിൽ ഇലക്ട്രിക്കൽ മെഷീൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ ലോഡ് ഉണ്ടാവും, പവർ മോഡുലേറ്റർ ഉണ്ടാവും, ഒരു സോഴ്സ് ഉണ്ടാവും, ഇലക്ട്രിക് സോഴ്സ്, അത് AC ആവാം DC ആവാം, ഒരു കൺട്രോളിംഗ് യൂണിറ്റ് ഉണ്ടാവും, സെൻസിങ് യൂണിറ്റ് ഉണ്ടാവും. ഇവയുടെ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ ഡ്രൈവിലെ ഒരു പ്രധാന കമ്പോണൻ്റാണ് ഇലക്ട്രിക്കൽ മെഷീൻ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ മെഷീൻസ് DC മെഷീൻസ്, അതിൽ ഷണ്ട് മോട്ടർ, സീരീസ് മോട്ടർ, അതുപോലെ കോമ്പൗണ്ട് മോട്ടർ എന്നിവ ഉപയോഗിക്കാറുണ്ട്. AC മെഷീൻസിൽ ഇൻഡക്ഷൻ മോട്ടറുകൾ, വൗണ്ട് റോട്ടോർ മെഷീൻസ്, സിങ്ക്രണസ് മോട്ടോർ എന്നിവ ഉപയോഗിക്കാറുണ്ട്. വൗണ്ട് റോട്ടോർ എന്ന് വെച്ചാൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. ഇൻഡക്ഷൻ മോട്ടോർ എന്ന് ജനറലി പറയുകയാണെങ്കിൽ അത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. സ്പെഷ്യൽ മെഷീൻസ്, അതിൽ ബ്രഷ്ലെസ് DC മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ, സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടോർ എന്നിവ ഉപയോഗിക്കാറുണ്ട്. പവർ മോഡുലേറ്റർ അല്ലെങ്കിൽ പവർ കൺട്രോളർ ഇലക്ട്രിക്കൽ ഡ്രൈവിലെ ഒരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റാണ്. ഇത് സോഴ്സിൽ നിന്ന് മോട്ടോറിലേക്കുള്ള ഇലക്ട്രിക് പവറിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. അതായത് ലോഡിൻ്റെ സ്പീഡ് ടോർക്ക് റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള പവർ സോഴ്സിൽ നിന്ന് മോട്ടോറിലേക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടി പവർ മോഡുലേറ്റർ സഹായിക്കുന്നു. എത്ര സ്പീഡാണോ ആ ലോഡിന് ആവശ്യമുള്ളത്, എത്ര സ്പീഡാണോ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിനുള്ള പവർ സോഴ്സിൽ നിന്ന് മോട്ടോറിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി പവർ മോഡുലേറ്റർ സഹായിക്കുന്നു. പിന്നെ ഡ്യൂറിങ് ട്രാൻസിയൻ്റ് ഓപ്പറേഷൻസ് സച്ച് ആസ് സ്റ്റാർട്ടിംഗ്, ബ്രേക്കിംഗ് ആൻഡ് സ്പീഡ് റിവേഴ്സൽ, ഇറ്റ് റെഡ്യൂസസ് ദി മോട്ടോർ കറണ്ട് വിത്ത് പെർമിസിബിൾ ലിമിറ്റ്.
ബ്രേക്കിംഗ്, സ്റ്റാർട്ടിങ്, സ്പീഡ് റിവേഴ്സൽ എന്നിവയുടെ സമയത്ത് മോട്ടോറിലേക്കുള്ള കറണ്ടിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഓഫ് ദി സോഴ്സ് ഇൻ ദി ഫോം ഓഫ് സൂട്ടബിൾ ടു ദി മോട്ടോർ. ആ മോട്ടോർ അതിൻ്റെ റിക്വയർമെൻറ്റ് ഡി സി ആണെങ്കിൽ അത് എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഫ്രീക്വൻസി വേരി ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് അത് മോട്ടോറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇറ്റ് സെലക്ട് ദി മോഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി മോട്ടോർ, ദാറ്റ് ഈസ് മോട്ടോറിങ് ആൻഡ് ബ്രേക്കിംഗ്. മോട്ടോറിൻ്റെ മോഡ് ഏതാണ്, ലോഡിന് ഏത് മോഡാണ് ആവശ്യമുള്ളത്, മോട്ടോറിങ് ആണോ ബ്രേക്കിംഗ് ആണോ, അതിനനുസരിച്ച് മോട്ടോറിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പവർ മോഡുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതാണ് അവയുടെ ഫങ്ഷൻ. ടൈപ്പ് ഓഫ് പവർ മോഡുലേറ്റർ അല്ലെങ്കിൽ കൺട്രോളർ, കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്, കൺട്രോൾഡ് XCR മുതലായിട്ടുള്ള അതിനാണ് നമ്മൾ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയാം. AC to DC കൺവേർട്ടേഴ്സ് ആണത്. ഇൻവേർട്ടേഴ്സ്, DC to AC കൺവേർട്ടേഴ്സ്, AC വോൾട്ടേജ് കൺട്രോളർ, DC ചോപ്പർ, DC to DC കൺവേർട്ടർ, സൈക്ലോ കൺവേർട്ടർ. സൈക്ലോ കൺവേർട്ടർ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി വേരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് സൈക്ലോ കൺവേർട്ടേഴ്സ്. ഇതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും, പവർ മോഡുലേറ്റേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവിൽ യൂസ് ചെയ്യുന്ന പവർ മോഡുലേറ്ററുകൾ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഇലക്ട്രിക്കൽ സോഴ്സ്, ഇപ്പോൾ ഒരു ഡ്രൈവ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ സോഴ്സ് വേണം. നമ്മൾ ചെറിയ കപ്പാസിറ്റിയുള്ള മോട്ടോഴ്സിൽ സിംഗിൾ ഫേസ് സോഴ്സ് ഉപയോഗിക്കും. വലിയ കപ്പാസിറ്റിയുള്ള മെഷീൻസിൽ 3 ഫേസ് സോഴ്സ് ഉപയോഗിക്കും. 415 വോൾട്ട് ഉപയോഗിക്കുന്ന സോഴ്സുകളുണ്ട് ലോ ആൻഡ് മീഡിയം പവർ മോട്ടോറുകളിൽ. ഹയർ റേറ്റിങ്ങുകളിൽ നമ്മൾ 3.3 kV, 6.6 kV, 11 kV തുടങ്ങിയിട്ടുള്ള വോൾട്ടേജ് ഉപയോഗിക്കും. ഇനി മറ്റൊരു മെമ്പർ ഓഫ് ഡ്രൈവാണ് സെൻസിങ് യൂണിറ്റ്. വ്യത്യസ്ത തരം സെൻസേഴ്സ് അതിൽ ഉണ്ടാവും. സ്പീഡ് സെൻസേഴ്സ്, ടോർക്ക് സെൻസിങ്, പൊസിഷൻ സെൻസിങ്, കറണ്ട് സെൻസിങ് ആൻഡ് വോൾട്ടേജ് സെൻസിങ്, ടെമ്പറേച്ചർ സെൻസിങ് എക്സെട്ര. ഇനി മറ്റൊരു മെമ്പറാണ് കൺട്രോൾ യൂണിറ്റ്. ഒരു പവർ മോഡുലേറ്റേഴ്സിന് കൺട്രോൾ സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ലോഡ് അതിൽ കൂടുതൽ സ്പീഡ് ആവശ്യമുണ്ടെങ്കിൽ ഈ കൺട്രോൾ യൂണിറ്റ് സെൻസേഴ്സ് വഴി അത് സെൻസ് ചെയ്യും. എന്നിട്ട് ഈ പവർ മോഡുലേറ്റേഴ്സിന് ആ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോൾ ഈ പവർ മോഡുലേറ്റേഴ്സ് ആ മോട്ടോറിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള സംവിധാനം ചെയ്യും. ഈ ഫ്രീക്വൻസിയാണ് കൂട്ടേണ്ടതെങ്കിൽ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കും. അപ്പോൾ മോട്ടോറിൻ്റെ സ്പീഡ് കൂടും. ഇപ്പോൾ ലോഡ് റിക്വയർമെൻറ്റിന് അനുസരിച്ചുള്ള സ്പീഡ് മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവുകൾ എന്താണെന്ന് നോക്കി, ഇലക്ട്രിക്കൽ ഡ്രൈവ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പരിശോധിച്ചു, അതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ ഒരു മോട്ടോറിൻ്റെ കൂടെ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് കൂടെയുള്ള ആ ഒരു യൂണിറ്റിനെ പറയുന്ന പേരാണ് ഡ്രൈവ്. അപ്പോൾ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് DC ഡ്രൈവുകൾ അതുപോലെ AC ഡ്രൈവുകൾ എന്നിവയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.